ഒന്നാമത്തെ ചോദ്യം, ആദ്യം ദയവായി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാമോ? ഓക്കെ, ഞാൻ ഡോക്ടർ സതി ഗോപാലകൃഷ്ണൻ. ഞാൻ കക്കിടിപ്പുറത്താണ് ജനിച്ചത്, മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത്. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് UP സ്കൂൾ വരെ ഞാൻ പഠിച്ചത് കക്കിടിപ്പുറത്ത് തന്നെ, KV UP സ്കൂൾ കക്കിടിപ്പുറത്ത്. പിന്നെ GHS കുമരനെല്ലൂരില് ഹൈസ്കൂള് വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് 10th കഴിഞ്ഞിട്ടാണ് MES പൊന്നാനി കോളേജില്. അവിടുന്ന് രാഷ്ട്രഭാഷ പ്രവീൺ കഴിഞ്ഞിട്ടാണ് BA ഹിന്ദി. പിന്നെ MPhil, MA, പിന്നെ MPhil, അങ്ങനെ PhD. അങ്ങനെ ഹിന്ദി പോയട്രിയിലാണ് PhD നേടിയത്. എന്റെ ഗൈഡ് ഡോക്ടർ പൗർ ശശീന്ദ്രൻ സാറാണ്. ദക്ഷിണേന്ത്യ പ്രചാര സഭ മദ്രാസ് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്നത് മലബാർ കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് സയൻസ് മാണൂരിൽ. അതിനു മുമ്പ് KMM ഇംഗ്ലീഷ് സ്കൂൾ പുത്തമ്പള്ളി അവിടെയായിരുന്നു. അവിടെ നിന്നാണ് മലബാർ കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി. പിന്നെ അക്കാഡമിക് കൗൺസിലറാണ് ഇഗ്നോന്റെ. പിന്നെ ദക്ഷിണ ഹിന്ദി പ്രചാര സഭയുടെ ലൈഫ് മെമ്പറാണ്. കുറച്ച് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, മലയാളം, ഹിന്ദി. അങ്ങനെ പിന്നെ ഈ പല കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിട്ടൊക്കെ ബന്ധമുണ്ട്. കേരള ഹിന്ദി പരിഷത്ത്, അങ്ങനെയുള്ള ഓൺലൈൻ വാരികകളൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ ഇപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാം, രണ്ടാമത്തെ ചോദ്യം, ത്രൂ മൈ വിൻഡോ എന്നതിൽ പറയുന്ന ജാലകത്തിലൂടെ എന്ന ആശയം എന്താണ് സൂചിപ്പിക്കുന്നത്? ത്രൂ മൈ വിൻഡോ എന്നുള്ളത് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഞാൻ എന്റേതായ കാഴ്ചപ്പാടില് ഒരു വിൻഡോ, എന്റെ ഹൃദയമാകുന്ന ആ വിൻഡോയിലൂടെ ഞാൻ നോക്കി കാണുന്ന ആ കാഴ്ചകളാണ് എന്റേതായ രീതിയിൽ ഞാൻ കാണുന്ന കാഴ്ചകള് ഇവിടെ പകർത്തിയിരിക്കുകയാണ്. ഓക്കെ മാം, അടുത്ത ചോദ്യം, ഈ പുസ്തകം കുറച്ച് വാക്കുകളിൽ വിശദീകരിക്കാമോ? ഈ പുസ്തകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഒറ്റയടിക്ക് അങ്ങനെ എഴുതിയതല്ല. എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എനിക്ക് ശരിക്കും എന്റേതായ കാഴ്ചപ്പാടിൽ എനിക്ക് എഴുതണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഓരോ 4 lines അല്ലെങ്കിൽ 6 lines അങ്ങനെ എഴുതിയിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്റെ ഏകാന്തതയില് ഞാൻ അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ സ്വന്തമായി ഓരോ പ്രാവശ്യം പല ഘട്ടങ്ങളിൽ പല അനുഭവങ്ങളും എന്നെ വല്ലാതെ എഫക്ട് ചെയ്യുമ്പോ ഞാൻ എഴുതി പോവുകയാണ്. അങ്ങനെ എഴുതി ആ ഒറ്റയ്ക്കായ സമയത്ത് ഞാൻ എഴുതി മുഴുവനാക്കുന്ന അത് പല സമയത്ത് പല ഘട്ടങ്ങളിലാണ് എഴുതുന്നത്. അതുകൊണ്ട് പല വിഷയങ്ങളെ കുറിച്ച് എഴുതിയതാണ്. ഓക്കെ മാഡം, ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? അതിനെ കുറിച്ചൊന്ന് മാഡം സംസാരിക്കാമോ? ഇതിലിപ്പം ത്രൂ മൈ വിൻഡോ എന്നുള്ള ഫസ്റ്റ് പോയം, അതും നമ്മുടെ മനസ്സിന് വളരെയധികം മതിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ലൈഫില്. അപ്പൊ അതിങ്ങനെ എന്റെ ദൃഷ്ടിയില് എന്റെ കാഴ്ചപ്പാടില് ഞങ്ങൾ നോക്കുമ്പോ എഴുതി പോവാ ലോസ്, കുറെ നഷ്ടബോധങ്ങളുണ്ട് ലൈഫിൽ. എല്ലാവർക്കും ഉണ്ടാവുന്നില്ലേ പല ഘട്ടങ്ങളും, പല പ്രതികൂല അവസ്ഥകളുണ്ടാവും. എനിക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആഹ്ലാദിപ്പിക്കുന്നതോ എന്ത് വന്നാലും ഞാൻ അത് അവിടെ കുറിച്ചിടും. അത് ആ വിൻഡോയിലൂടെ കാണുന്ന പല കാഴ്ചകളും അത് പ്രതീകങ്ങളായിട്ട് മാറാം. അതിനെ കുറിച്ച്
ഏത് വിഷയവും ഏതിനെ കുറിച്ചും, ഇപ്പൊ വേർപാട് ആണെങ്കിലും ശരി, വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ മനുഷ്യ ജീവിതത്തിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളെയൊക്കെ അങ്ങനെ എഴുതി പോവുകയാണ് ശരിക്കും പറഞ്ഞ. 1-2 ലൈൻസോ അല്ലെങ്കിൽ 4 ലൈൻസോ അപ്പൊ ഒന്ന് എഴുതിയും പിന്നെ ഞാനിങ്ങനെ അതന്നെ പിന്നെ മനസ്സിൽ കടന്നു വരും ആ ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് എഴുതും. ഓക്കെ മാഡം. അടുത്ത ചോദ്യം, ഇതിലെ ഉള്ളടക്കം യാഥാർത്ഥ്യമായ അനുഭവങ്ങളാണോ അല്ലെങ്കിൽ കൽപ്പിതമായിട്ട് എടുത്തതാണോ? ശരിക്കും പറഞ്ഞ സ്വന്തം അനുഭവങ്ങൾ ഉണ്ട്, ഒപ്പം ആ സ്വന്തം അനുഭവങ്ങളില് കുറച്ച് ഇമാജിനേഷന്, ഭാവങ്ങള് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ശരിക്കും യാഥാർത്ഥ്യം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അതില് സങ്കല്പം അല്ലെങ്കിൽ കാൽപ്പനികത വന്നു ചേർന്നുണ്ടാവാം. അനുഭവങ്ങളുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതുമായിട്ടൊരു കണക്ഷൻ ഉള്ള ഒരു ചോദ്യമാണ്. ഈ പുസ്തകം എഴുതാൻ മാഡം സങ്കല്പിച്ച് എഴുതിയതാണെങ്കിലും സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയതാണെങ്കിലും ഈ പുസ്തകം എഴുതാൻ മാഡത്തിന് എത്ര സമയം എടുത്തു? മാഡം നേരത്തെ പറഞ്ഞു ഓർമ്മ വരുമ്പോഴൊക്കെ വരികൾ നമ്മള് കോറിയിടുകയാണ് ചെയ്യുന്നത് എന്ന്. അപ്പം ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ മാമിന് എത്ര കാലം എടുത്തു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതായത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഞാൻ കോറിയിട്ട വരികള് പിന്നെ ഇങ്ങനെ പബ്ലിക്കേഷന് വേണ്ടിയിട്ടാവുമ്പോ ഒന്നുകൂടി നന്നാക്കും. കുറെ മുന്നേ എഴുതിയത് തന്നെയാണ് ഈ പല അനുഭവങ്ങളും. ലോസ് ആയാലും ലവ് ആയാലും എന്തൊക്കെ മനസ്സിനെ മതിച്ചിട്ടുണ്ടോ അതെല്ലാം അങ്ങനെ വരികൾ ചേർത്ത് വെച്ച് എഴുതിയത് ഒന്നുകൂടി നന്നാക്കി അത് സെലക്റ്റഡ് ആക്കി കുറെ ഇനി എഴുതിയത് ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ അതിന്ന് കുറച്ചെണ്ണം മാറ്റി എഴുതി ഒന്നുകൂടി അതിൽ ചില വേർഡൊക്കെ പറിച്ചു മാറ്റുമ്പോ ഒരു എഴുതിയതിന് മാറ്റാൻ തോന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ മാറ്റിയാൽ തന്നെ ഒരുപാട് പിന്നെയും അതിന്റെ മുകളിലിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം എഴുതിയത്. ഓക്കെ മാഡം. അപ്പം സമയം എടുത്തു ശരിക്കും പറഞ്ഞ, അതുകൊണ്ട് തന്നെ. അതെ. അപ്പോ നമ്മള് സ്വന്തമായിട്ട് എഴുതുന്ന കവിതകളാകുമ്പോ അതില് നമുക്ക് പേഴ്സണലി നമുക്ക് കുറച്ചും കൂടെ അടുപ്പം വരുന്ന ഏതെങ്കിലും ഒക്കെ ഒരു ലൈൻസ് കാണും. അപ്പൊ മാഡത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി അല്ലെങ്കിൽ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ലൈൻസ് വളരെ ഇഷ്ടമുണ്ട്. ഇപ്പൊ നാച്ചുറലിന്റെ എനിക്ക് വളരെ പുറത്ത് കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അത് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. ഇപ്പൊ നാച്ചുറൽ എന്നെ വല്ലാതെ മതിക്കുന്ന കാര്യമാണ്, ഒരുപാട് മനസ്സിൽ കയറി വരും. പക്ഷെ ഞാൻ ത്രൂ മൈ വിൻഡോ എന്നുള്ളത് തന്നെയാണ് ഒരുപാട് വർഷം മുന്നേ എഴുതിയതാണെങ്കിൽ പോലും അതിലൂടെയാണ് എനിക്ക് കുറെ സിമ്പിൾ ആയിട്ട് കുറെ കാര്യങ്ങള്, ഒരുപാട് കാഴ്ചകള് അതിനൊക്കെ ഞാൻ പകർത്തി കവിതകളായി മാറി. അനുഭവങ്ങളുണ്ട്, മെമ്മറീസ് ഉണ്ട്, മനസ്സിന് ഒരുപാട് മതിച്ച കാര്യങ്ങളാണ് അതിലൊക്കെ എഴുതിയിരിക്കുന്നത്. അത് കിട്ടുന്നത് സിമ്പിളൊക്കെ കിട്ടുന്നത് ഈ ത്രൂ മൈ വിൻഡോയിലാണ്. ആ വിൻഡോ കൂടെയാണ് ഞാൻ കാണുന്നത്. അതില് മാമിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 വരികൾ എന്ന് പറയാൻ പറ്റുമോ? ത്രൂ മൈ വിൻഡോ എനിക്ക് നല്ല ഇഷ്ടമുള്ളത് തന്നെയാ. അതാണ് എനിക്ക് എല്ലാറ്റിനും തുടക്കം. അതുകൊണ്ട് ആ ലൈൻസ് ഞാൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഇതാണ്. ത്രൂ മൈ വിൻഡോ ഐ ഫീൽ ലൈക്ക് ഓൾ അലോൺ, worrying about sunset, gladness of rosebuds disappeared. Open the magic of making restive, the smell of new soil and sandalwood. Bubbles shine as rainbow, fragrance and color which blossoming garden into reddish, gathering the feathers that signals from milk white intensity. Thanks.
awaiting for the bird. It was still inside the wood. Inside the wood. അതാണ് ആ ലൈൻസ് ആണ് ഇതിന്റെ ബേസ് എല്ലാറ്റിനും. ഓക്കെ മാഡം, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു എഴുത്തുകാരനാകാൻ മാമിനെ പ്രേരിപ്പിച്ച ഒരു ഫാക്ടർ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഇനി ഒരു കവിത എഴുതണം അല്ലെങ്കിൽ ഒരു കഥ എഴുതണം എന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നാൻ എന്തെങ്കിലും ഒരു പ്രേരക ഘടകം മാമിന് ഉണ്ടായിരിക്കുമല്ലോ. അതെന്താണെന്നൊന്ന് പറയാമോ? വളരെ ബാല്യകാലത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ അതുണ്ട്. ഞാൻ എന്റെ ബാല്യകാലം എന്ന് പറഞ്ഞാല് നന്നായി കഥ പറയുന്ന ഒരു അച്ഛമ്മ ഉണ്ടായിരുന്നു എനിക്ക്. അച്ഛനും കവിയായിരുന്നു. അപ്പൊ ഈ അച്ഛൻ നന്നായി പാടും കവിതകളൊക്കെ, എല്ലാം മലയാളം കവിതകള്. ഇപ്പൊ പൂതപ്പാട്ട്, എടശ്ശേരി തൊട്ടിട്ട് അക്കിത്തം, അതുപോലെ ഒരുപാട് കവികള് പറയാൻ വയ്യ, അത്രയും കവികളെ നന്നായി ട്യൂണിൽ പാടി കേൾപ്പിക്കും. പിന്നെ അച്ഛമ്മ പറഞ്ഞ നന്നായി കഥ പറയും. എല്ലാം ഞങ്ങൾ ഒരു 8-9 വയസ്സാകുമ്പോഴത്തേന് തന്നെ മഹാഭാരതവും രാമായണം, പിന്നെ അതുപോലെ ഭഗവത്ഗീത, അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞുതരും. കഥകള്, രാമായണമൊക്കെ ഫുള്ള് ബൈഹാർട്ട് പോലെ പറഞ്ഞുതരും. അപ്പൊ ഇതെല്ലാം മനസ്സിൽ കേറിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ എന്തെങ്കിലും കൊള്ളണ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോറിയിടൽ ഒരു സ്വാഭാവിക കാര്യം. വളരെ കുഞ്ഞിലേ ഉണ്ട്. അതുകൊണ്ട് ഏത് ടൈമിലെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഈ അച്ഛൻ നന്നായി കവിത എഴുതും, ലളിതഗാനം എഴുതും, വീട്ടിലൊരു നാടക റിഹേഴ്സലൊക്കെ നടന്നായിരുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിൽ എപ്പോഴും ഈ ഒരു സർക്കിളിൽ ജീവിക്കുന്ന കാരണം എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലായ്മകള് വന്നാലും അതെ, സന്തോഷം അധികം വന്നാലും ഒക്കെ ഒരു കോറിയിടല വരച്ച് എഴുതിയിടും വരികള്. ഒരു 4-5 വരികൾ എഴുതിയിടും. പിന്നെ ഒരാളോട് പിണങ്ങിയാലും, കുട്ടിയാകുമ്പോഴുള്ളതല്ലേ, പിണങ്ങിയാലും കോറിയിടും. അപ്പൊ ഏത് കാലത്താണ് ഇത് രൂപം പ്രാപിച്ചു വെച്ചാൽ കുറച്ച് വളർന്നിട്ട് തന്നെയാണ്. ഒരു എഴുതല് മുന്നേ തുടങ്ങി, ആർക്കും കാണിച്ചു കൊടുക്കില്ല. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. വളരെ കുഞ്ഞിൽ തന്നെ എഴുതുമായിരുന്നു, ആർക്കും കാണിച്ചു കൊടുക്കില്ല. കുറച്ച് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പഠിക്കുന്ന കാലം ഒക്കെ, അതായത് PhD ചെയ്യുന്നതിന്റെ മുമ്പേ തന്നെ രാഷ്ട്രഭാഷ പ്രവീൺ കഴിഞ്ഞു. കുഞ്ഞിലെ വളരെ ചെറുപ്പത്തില് വിവാഹം കഴിഞ്ഞാലും വിവാഹശേഷം ഒരു എപ്പോഴും സാഹിത്യപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു ചുറ്റുപാടായിരുന്നു. അപ്പൊ ആ കാലത്ത് ഇങ്ങനെ മോള് ജനിച്ചപ്പോ പേരിടലുണ്ടായി. അപ്പൊ ആ പേരിനെ ചൊല്ലി ഇങ്ങനെ ആലോചന വന്ന് അങ്ങനെ ഫസ്റ്റ് വെറുതെ ആ പേര് വെച്ചിട്ട് ഒരു പുണ്യസാഫല്യം എന്നാണ് ആ കവിതയുടെ പേര്. അപ്പൊ അത് അയച്ചു കൊടുത്തു, അത് പബ്ലിഷ് ചെയ്തു വന്നു. ദക്ഷിൺ ഭാരത് സമാചാർ പ്രചാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ വെറുതെ അയച്ചു തുടങ്ങി, അങ്ങനെ വരല് തുടങ്ങി കവിതകളൊക്കെ. അതാണ് ഫസ്റ്റ് ടൈം. പിന്നെ എന്താണ് സൂരജ് സിക്കാത്ത ഹെ എന്ന് പറഞ്ഞിട്ടൊരു കവിത. അപ്പൊ അതൊക്കെയാണ് പബ്ലിഷ് ചെയ്തു വന്നപ്പോ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരുമല്ലോ. അങ്ങനെയാണ് പിന്നെ ഞാൻ എഴുതല് ശരിക്കും. പിന്നെ എനിക്ക് കിട്ടിയ PhD ഗൈഡിന് വളരെ പങ്കുണ്ട് കേട്ടോ. എന്റെ PhD ഗൈഡ് ഡോക്ടർ പവർ ശശീന്ദ്രൻ സാറായിരുന്നു. അദ്ദേഹം ഞാൻ ആദ്യമൊന്നും കാണിച്ചേർന്നില്ല, പറഞ്ഞില്ല, എഴുതിയതെല്ലാം സാറിന് കാണിച്ചു കൊടുക്കും. സാറ് ഇങ്ങനെ കേട്ടിരിക്കും. സാറ് ഇങ്ങനെ എൻകറേജ് ചെയ്ത് ബുക്കാക്കാലോ, നമുക്ക് കുറെ കവിതകൾ ഉണ്ടല്ലോ നന്നായി എഴുതിയത്, അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് സാറിന്റെ ആ ഒരു മോട്ടിവേഷനാണ് കവിത പബ്ലിഷ് ചെയ്തു. പുണ്യസാഫല്യം അങ്ങനെ ഇറങ്ങി, ഫസ്റ്റ് പബ്ലിഷ് ചെയ്തു. പിന്നെ അതിനുശേഷം പലതും എഴുതി. ഓക്കെ മാം, അപ്പോ മാം ഇപ്പോ ഒരു ഫാമിലി വുമൻ ആണ്. അപ്പം കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ഫാമിലിക്ക് വേണ്ടിയും പ്രൊഫഷണൽ ആയിട്ട് മാം ഇപ്പോ കോളേജിൽ വർക്ക് ചെയ്യണം. അപ്പം ഒരുപാട് സമയം അതിലേക്കൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് കവിത എഴുതാനായിട്ട് അല്ലെങ്കിൽ ഒരു കഥ എഴുതാൻ, ഒരു സമാഹാരം എഴുതാൻ സമയം കണ്ടെത്തുന്നത്? തീർച്ചയായും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾക്ക് പ്രയോറിറ്റി എപ്പോഴും കുടുംബത്തിനല്ലേ വരിക. അത് ഞാൻ വളരെ ചെറുപ്രായത്തിൽ വിവാഹം ചെയ്ത് കഴിഞ്ഞതാ. അപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ, അങ്ങനെ വീടിന് എല്ലാ കാലത്തും ഇമ്പോർട്ടൻസ് കൊടുത്ത ആ
ജോലിക്ക് ഇടയ്ക്ക് തന്നെയാ. പക്ഷെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കൊണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുട്ടിയിലുള്ള ആ ശീലാണ്, എഴുതി വെച്ചാൽ മാറും ആ വിഷമം. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ചെയ്ത മാതിരി ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യല. അപ്പൊ ആ സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അത് തോന്നിപ്പോകും എഴുതണം എന്ന് തോന്നിയാൽ ഞാൻ ഒരു പേപ്പർ പീസിലെങ്കിലും ഒന്നാണ്ട് എഴുതി വെക്കും. പിന്നെ അത് അവിടെ ഇടും. ആരും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത അതിനൊക്കെ പറ്റിയൊരു സാഹചര്യം ഉണ്ടാവുമ്പോ അതന്നെ ഒന്നുകൂടി എടുത്ത പഴയ മൈൻഡിലേക്ക് വരും, എഴുതാനുള്ള അങ്ങനെ പൂർത്തിയാകുക. അപ്പൊ അത് അങ്ങനെ വീട്ടിലെ ബുദ്ധിമുട്ടിന്റെ ഇടയ്ക്ക് തന്നെ അതൊരു ഉള്ളിന്ന് വരികയാണ്. 2-4 ലൈൻസ് അപ്പൊ എഴുതാൻ കഴിച്ച അതാണ്ട് എഴുതി വെക്കും. എഴുതി വെച്ച ഞാൻ റിലീസ്ഡാ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാരും പോയി, എല്ലാരും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയി, അങ്ങനെ ഒരു എന്റേതായൊരു ടൈമില് അതെല്ലാം എടുത്തു നോക്കും. ഞാൻ എന്തൊക്കെയാ പീസിൽ അവിടെ ഇവിടേക്ക് എഴുതി വെച്ചാൽ അതൊക്കെ ഞാൻ പിന്നെ നീറ്റായിട്ട് അങ്ങനെയാണ് എഴുതാറ്. ഓക്കെ മാം. അപ്പോ മാമിന്റെ രചനാ ശൈലി, അല്ലെങ്കിൽ മാം, നമ്മൾക്കിപ്പോ ഓരോ റൈറ്റേഴ്സിനും ഓരോ തരത്തിലുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ മാമിന്റെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഓതറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഉണ്ടോ? മാം ഇങ്ങനെ എഴുതണം എന്ന് മാമിനെ ഒരു തരത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വ്യക്തിത്വം? അത് കവികളാകാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? അങ്ങനെ പറഞ്ഞാല് ഞാൻ എല്ലാ ഭാഷയിലും ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും. അപ്പോ മലയാളത്തില് പറഞ്ഞ കുറെ കവികളുടെ സുഗതകുമാരി മനസ്സിൽ നല്ലോണം തട്ടിയിട്ടുണ്ട്. സുഗതകുമാരിയുടെ എല്ലാ കവിതകളും അവരെ കുറിച്ച് ഞാനൊരു ഹിന്ദിയില് ഒരു ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഒരു കവിത അദ്ദേഹത്തെ അവരെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, മഹാദേവ് വർമ്മയെ കമ്പയർ ചെയ്തിട്ട്. പിന്നെ അതുപോലെ ഇംഗ്ലീഷിലേക്ക് വേർഡ്സ് വർത്ത് ഭയങ്കര ഇഷ്ടമാണ്. സോളിറ്ററി റീപ്പർ എന്നുള്ള കവിയത്ര ഇപ്പോഴും ഞാൻ അത് വായിച്ച വളരെ ഇൻഫ്ലുവൻസ്ഡ് ആവും. അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറൊക്കെ കൂടുതൽ ഇപ്പൊ ഈ വേർഡ്സ് വർത്താണ്. വേർഡ്സ് വർത്തിന്റെ നാച്ചുറൽ എല്ലാം നന്നായി വായിക്കുമായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഹിന്ദിയിൽ എന്ന് പറഞ്ഞാല് പ്രേംചന്ദ് മുതല് ജയശങ്കർ പ്രസാദ്, ഇപ്പോഴത്തെ കൈലാഷ് വാജ്പേയി, കേദാർനാഥ് സിംഗ്. ഹിന്ദിയിൽ പിന്നെ 2010 വരെയും ഇങ്ങനെ കുറെ കവികളെ പറ്റി പറയാം. ഏറ്റവും അധികം എന്ന് പറയാം ജയശങ്കർ പ്രസാദ്, നിരാല, പന്ത്, അതായത് ഛായാവാദി കവികളാ അവരൊക്കെ. പന്ത്, നിരാല, മഹാദേവ് വർമ്മ, ജയശങ്കർ പ്രസാദ്, അവരുടെ ലൈൻസ് വായിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു റിലീഫാണ്. എല്ലാ സങ്കടങ്ങളും മറന്ന മാതിരി ഒരു റിലീഫ് കിട്ടുന്ന കവിതകളാണ്. അപ്പൊ അവരൊക്കെ വായിക്കാറുണ്ട്. ഒരാളെന്ന് മാത്രം പറയാൻ സുഗതകുമാരി നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തില് ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, അങ്ങനെ കിട്ടുന്നതൊക്കെ വായിക്കും. ONV കുറുപ്പിന്റെയും സുഗതകുമാരിയുടെ കൂടുതൽ ഞാൻ വായിച്ചിരിക്കുന്നത് മലയാളത്തില്. ഹിന്ദിയില് ജയശങ്കർ പ്രസാദ്, മഹാദേവ് വർമ്മ, നിരാല. എല്ലാം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രകൃതി രമണീയത, പ്രകൃതിയില് സ്വാതന്ത്ര്യം നേടുന്ന ഒരു കവിതകൾ വായിച്ചിട്ട് നമുക്ക്. പിന്നെ നിരാല കുറച്ച് യഥാർത്ഥവാദി കവിയും കൂടിയായിരുന്നു. ഈ ബിച്ചു ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അതായും കുറെ കവികൾ അങ്ങനത്തത് ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കുന്നതാണ് ഞാൻ പറയുന്നത്. മറ്റതും വായിക്കാറുണ്ട്, പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ തന്നെ. മഹാദേവ് വർമ്മ, സുഗതകുമാരി, ഹിന്ദിയില് മഹാദേവ് വർമ്മ, പന്ത്, നിരാല, ജയശങ്കർ പ്രസാദ്, 4 പേര്. പിന്നെ മലയാളത്തില് സുഗതകുമാരി, ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, കിത്തം, അങ്ങനെ 4 പേര് എല്ലാം കിട്ടണമൊക്കെ വായിക്കും. ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ വേർഡ്സ് വർത്ത്, ഷേക്സ്പിയർ, അത് 2. ഓക്കെ മാം. അപ്പം ഈ പുസ്തകം, നമ്മളിപ്പോ ഒരു പുസ്തകം എഴുതുമ്പോൾ അത് ഇന്ന ടാർഗറ്റഡ് ഓഡിയൻസ് കാണും. ഇപ്പോ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ
ഒരു ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുന്ന പുസ്തകങ്ങളുണ്ട്. കവിതകളാണെങ്കിലും കഥകളാണെങ്കിലും. അപ്പൊ മാമിന്റെ ത്രൂ മൈ വിൻഡോ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ഏത് ഏജ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏത് തരം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ നമുക്കുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ബേർഡ്സ് ബർത്തിന് നാച്ചുറിന്റെ ഭാഗങ്ങള്, ഇപ്പൊ നമ്മ പ്രകൃതിനെ സംരക്ഷിക്കുക, പ്രകൃതിയില് സന്തോഷം കണ്ടെത്തുക, അതിനെ സംരക്ഷിക്കുക, മരം നടുക, അങ്ങനത്തെ കുറെ കാര്യങ്ങള് പ്രവർത്തിക്കുന്നവര്, അതുപോലെ പ്രകൃതി സ്നേഹികൾ തന്നെ പറയാം. അങ്ങനത്തെ അവര് ഇനിയും ഇവിടെ വരണം. അവര് ഇത് വായിച്ചിട്ട് എന്തെങ്കിലും അവരില് നന്മ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ സന്തോഷം തോന്നും. ആകാശം, ഭൂമിയും, സ്റ്റാർസ്, അങ്ങനെ കുറെ നമ്മുടെ പ്രപഞ്ചം തന്നെ ഒരു മോട്ടിവേഷൻ ആണല്ലോ. വളരെ നമ്മളിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി ഡീപ്പായിട്ട് പ്രകൃതി നോക്കിയിരുന്നാൽ തന്നെ മതി അത് ഉണർത്തുക. അപ്പൊ അവർക്ക് ഇത് വായിച്ചെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മനുഷ്യന്റെ ഏറ്റവും ദയ, കരുണ, സ്നേഹതൊക്കെ ഉള്ള നല്ല മാനുഷിക മൂല്യങ്ങള് ഉള്ളവരായി തീരുക, ആ മൂല്യബോധം നന്നായി ഉണ്ടാവുക, അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ കവിത. അങ്ങനെയുള്ളവര് വായിക്കട്ടെ, അവരിലെ ഒന്നുകൂടി അവർക്ക് പോസിറ്റീവായിട്ട് വിചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ മാം, ഈ പുസ്തകം വായിച്ചതിനു ശേഷം വായനക്കാർ എന്തനുഭവിക്കണം എന്നാണ് മാമിന്റെ പ്രതീക്ഷ? അല്ലെങ്കിൽ മാമിന്റെ പുസ്തകത്തിൽ നിന്ന് മാം കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫീലിങ്സ് വായനക്കാർക്ക് കിട്ടിയോ എന്ന് മാം പ്രതീക്ഷിക്കുന്നുണ്ടോ? ത്രൂ മൈ വിൻഡോ എന്നുള്ളത് വായിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട്. കുറെ മുന്നെയാണ് കേട്ടോ. ഇപ്പോ അടുത്തല്ല, അന്നേ തന്നെ ഞാൻ എഴുതി വെച്ചപ്പോ തന്നെ പറഞ്ഞവരുണ്ട്. പിന്നെ ഈ ഒരുപാട് നല്ല ഈ മാനവിക ബോധം അതുണ്ടാവട്ടെ, ഉണ്ടാവും വായിച്ചു കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞവരുണ്ട്. മാമിന് ഏറ്റവും കൂടുതൽ വായനക്കാരിൽ നിന്നും ലഭിച്ച ഏറ്റവും നല്ല ഒരു പ്രതികരണം എന്ന് മാം ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ? അതാണ് അവര് ഫീലിങ്സ് എല്ലാം നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവര് പറഞ്ഞു. പേരങ്ങനെ എന്നോട് തന്നെ പറയണ്ടായിട്ടുണ്ട്. അപ്പൊ മാം ഉദ്ദേശിച്ച ആ ഒരു ഫീലിങ്സ് പ്രേക്ഷകർക്ക് കണക്ട് ആയി എന്ന് തോന്നുമ്പോ മാമിന് ഉണ്ടാവുന്ന എന്ത് സന്തോഷമായിരിക്കും അല്ലെ? അതൊരു സംതൃപ്തി തന്നെയാണ്. അതെ. ഈ പുസ്തകത്തെ കുറിച്ച് ആളുകൾക്ക് അറിയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഹിഡൻ ഡീറ്റെയിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഞാന് പഠിപ്പിക്കുന്ന കോളേജ് ഉണ്ടല്ലോ, ഈ കോളേജില് ഞാൻ റെസ്റ്റ് എന്റെ ആ ക്യാബിൻ അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റ് ശരിക്കും ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയില് കൂടെ ഞാൻ നോക്കുമ്പോ ഒരുപാട് ദൂരെ കാണാൻ പറ്റും. അത് കാണേണ്ട ഒരു കാഴ്ച. ശരിക്കും ഇപ്പോഴും ആലോചിച്ചു കഴിഞ്ഞാൽ ആ വിൻഡോ നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും സങ്കടമായെന്ന് വെച്ചാൽ ആ സ്ഥലം തന്നെ മാറി ഇപ്പൊ വേറൊരു ഏരിയയിലാണ് കോളേജ്. അതന്നെ വേറൊരു കോമ്പൗണ്ടിലേക്ക് മാറ്റി, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു 3rd ഫ്ലോറിലായിരുന്നു എന്റെ സീറ്റ്. ആ 3rd ഫ്ലോറിൽ ഇരുന്ന് കാണുമ്പോ എത്ര അകലേക്കാണ് നമ്മുടെ കാഴ്ചകള്. ഈ ത്രൂ മൈ വിൻഡോന്ന് തൊട്ടിട്ടുള്ള പല കവിതയും ഞാൻ അതിലൂടെ അത് നോക്കിയെന്ന് വെച്ചാൽ പ്രാവുകള്, പക്ഷികള് പറന്നു ഒരുപാട് ഹൈറ്റിന്ന് താഴേക്ക് അപ്പുറത്ത് പുഴ ഒഴുകുന്നത് കാണാം. ഈ വിൻഡോയിലൂടെ നോക്കിയാൽ മതി, ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാ, ദൂരെയുള്ള കാഴ്ചകള്, എത്രയോ അകലെ പാടങ്ങള്, അതുപോലെ ഈ മലകള് ഇങ്ങനെ കാണും, ഒരുപാട് കാണാൻ പറ്റും. അവിടുന്ന് ഇവിടുന്ന് പറന്നു പോണ പക്ഷികള്, നമ്മള് കോളേജിൽ വന്ന് നമ്മള് റൂം തുറന്നു കഴിഞ്ഞാല് ഈ സൗണ്ട് കേട്ടിട്ട് പടപടാ സൗണ്ട് ഉണ്ടാക്കി പറന്നു പോണ പക്ഷികളുണ്ടല്ലോ, ഈ പ്രാവുകള്, അതൊരു വല്ലാത്ത സീനാണ്. അതുപോലെ അന്ന് ഞാൻ എഴുതും, ആ ദിവസം ഈ പടപടപ്പ് കേട്ടാൽ തന്നെ അവിടെ ഇരുന്നിട്ട് വെറുതെ
ബെല്ലടിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ ഇരുന്നിട്ട് ആ ഒരു 4 ലൈൻസ് അപ്പൊ എഴുതാം. അങ്ങനെ മേഘങ്ങള് അത് അത്രയും ഹൈറ്റിലായ കാരണം ആ വിൻഡോ കറക്റ്റ് ആണ്. ആ വിൻഡോ ആരും അറിയാത്തൊരു കാര്യമാണ്. ആ കോളേജിലെ ആ വിൻഡോയിലൂടെ ഉള്ള ദൃശ്യമാണ് എന്നെ ശരിക്കും ഇപ്പൊ ഇംഗ്ലീഷിൽ ഈ എല്ലാ കവിതകളും എഴുതുന്നതിന്റെ പിന്നിലും ആ മോട്ടിവേഷനാണ്. അവിടെ നിന്ന് നോക്കിയുള്ള കാഴ്ചകൾ. ഓക്കെ മാം. അപ്പൊ എനിക്കിപ്പോ മാം പറയുന്ന കേൾക്കുമ്പോ മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയില് നായക കഥാപാത്രം നായികയോട് പറയുന്നത് ഓരോ ജനൽവാതിലൂടെയും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും അല്ലെ? അതും കൂടി ആയിരിക്കാം മാമിന്റെ കവിതയിൽ പറഞ്ഞു വെക്കുന്നത് അല്ലെ? ഒരേപോലെ ഇരുന്നാലും ഓരോ ജനൽവാതിലുകളും ഒരേപോലെ ഇരുന്നാലും അതിലൂടെ കാണുന്ന കാഴ്ചകൾ എപ്പോഴും വ്യത്യസ്ത തരമായിരിക്കും. ഓക്കെ മാം. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മാം. ഭാവിയിൽ നിങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ആയിട്ട് മാം ഇനിയും പുസ്തകങ്ങൾ എഴുതണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണോ മാം? ഇനിയും പുസ്തകങ്ങൾ എഴുതണം എന്നാണ് വായിക്കുന്ന ഓരോ വായനക്കാരന്റെയും ആഗ്രഹം. അപ്പൊ മാം ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ടോ പുസ്തകങ്ങൾ എഴുതാനായിട്ട്? എനിക്ക് എഴുതല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ബാല്യത്തിൽ തൊട്ടിട്ടേ ഉള്ള ഒരു ഇതാണ്. അടുത്ത ആളോട് പിണങ്ങിയാലും പോയിട്ട് എഴുതും. ഞാൻ മിണ്ടില്ല, ഇനി കൊള്ളി മുറിച്ചിട്ടു അങ്ങനെയൊക്കെ എഴുതുന്ന ഒരു സ്റ്റൈലല്ലേ. അപ്പൊ എന്തൊരു ആഹ്ലാദം ലൈഫല്ലേ. ലൈഫിൽ എന്തൊക്കെ ഉണ്ടാവും, ലൈഫിലെ ഓരോ അനുഭവങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും ഉണ്ടാവുമ്പോ ഞാൻ കോറിയിടുന്ന സ്വഭാവം ഉണ്ട്. ഇത് രക്തത്തിൽ അഴിഞ്ഞുപോയി. പിന്നെ അച്ഛമ്മയും ഒക്കെ കവി ആയിരുന്നു. ആ പാരമ്പര്യം ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി ഞാൻ എഴുതും എന്നുള്ളത് ഫുൾ 100% എഴുതും. ഓക്കെ മാം. അപ്പോ മാം എഴുതുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഇപ്പൊ ത്രൂ മൈ വിൻഡോ തന്നെ ആയിക്കോട്ടെ, അതൊരു സിനിമയായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററി പോലെ ഒരു വിഷ്വലൈസേഷനിലേക്ക് പോകാൻ മാം ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ മെമ്മറീസ് ഉണ്ടല്ലോ, നമുക്ക് നഷ്ടപ്പെട്ടതല്ലേ അത്. ഇപ്പോഴത്തെ ജനറേഷൻ അറിയാതെ, ഇപ്പോഴത്തെ കുഞ്ഞു തലമുറയ്ക്കൊന്നും അറിയാത്ത കുറെ പഴയ മെമ്മറീസില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ശിവരാത്രി ഓർമ്മകള്. അപ്പൊ അന്നത്തെ കാലത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഒരു അങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ വളരെ നന്നായിരിക്കും അത്. എന്റെ ഗ്രാൻഡ്മ അവരെ എല്ലാവരും ഒന്നുകൂടിയും കാണാം, അവര് ചെയ്യണ അങ്ങനെ കുറെ ഉണ്ട് അതില്. ആ സീന് മനസ്സിൽ വന്നത് അങ്ങനെ എഴുതിക്കുക. പിന്നെ കുറെ അധികം ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ മാം. അപ്പോ മാമിന്റെ ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാമിന് നമ്മുടെ പബ്ലിക്കേഷൻ കമ്പനി ആയിട്ടുള്ള ലെക്സ്റ്റസ് ആർക്കേഴ്സുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയായിരുന്നു? അവരുമായിട്ടുള്ള ബന്ധം മാമിന് വളരെ ഒരുപാട് താല്പര്യമുള്ളതായിരുന്നോ? ഇനിയും അവരുമായി പബ്ലിഷ് ചെയ്യാൻ മാമിന് താല്പര്യമുണ്ടോ? വളരെയധികം ഇഷ്ടമായി. ഒരുപാട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ ടൈമിലാണ് ഒക്കെ. ടൈം എന്ന് പറഞ്ഞാൽ വളരെ ടൈം കീപ്പ് ചെയ്യണ, എല്ലാ കാര്യത്തിലും പ്രോംപ്റ്റ് ആയിട്ട് നല്ല പബ്ലിക്കേഷനാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മള് റൈറ്റിംഗ് ഹ്യൂമൺ ആ, പക്ഷെ എഡിറ്റിംഗ് ഡിവൈൻ എന്നല്ലേ പറയാ. അത് കറക്റ്റ് ആയിട്ട് അതിൽ കാണാനുണ്ട്. എനിക്ക് നഷ്ടം തോന്നില്ല. ഞാൻ ഒരു വേർഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. വളരെ പോയോ, മീനിങ് ഒക്കെ പോയോ, അങ്ങനെയൊക്കെ ഒരു വിഷമം വരാറ്. ഇവരുടെ ഇത് കണ്ടപ്പോ എന്റെ ഒന്നും പോവാതെ അത് അത്രയും നന്നായി നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. വളരെ നല്ല പബ്ലിക്കേഷൻ. ഓക്കെ മാം. അപ്പൊ ഇനി എഴുതാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു ബഡ്ഡിംഗ് റൈറ്റേഴ്സിന് മാം കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? അതെന്താന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ ഒരു എഴുതാൻ വേണ്ടി ഇപ്പൊ ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. എനിക്ക് കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ടോപ്പിക് 3 ടൈം ലിമിറ്റിൽ എഴുതണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതുകൊണ്ട് നമ്മള് എഴുതണം തോന്നുമ്പോ തന്നെ എഴുതിയാലാണ് അത് വളരെ നന്നാവുക എന്നാണ് എന്റെ അഭിപ്രായം. എഴുതാൻ വേണ്ടി എഴുതരുത്. അങ്ങനെ ഒരു ഉള്ളിന്നൊരു തോന്നല് വരില്ലേ, ആ സമയത്ത് എഴുതായിരിക്കും നന്നാവുക. അങ്ങനത്തെ ഒരു
സർക്കംസ്റ്റൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനത്തെ മീറ്റിങ്ങിൽ പോയിരിക്കുക, കാണുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ എഴുതല് എന്ന് പറഞ്ഞാല് ഉള്ളിൽ നിന്ന് തന്നെ വരണം. അപ്പോഴാണ് അത് നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മാം. അപ്പോ ചോദ്യങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഞാൻ റാഷിദിന്റെ അടുത്ത് സംസാരിക്കട്ടെ.